ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ താളിപ്പ് കറിയാട്ടോ. ഓക്കെ, അത്താഴ ചോറിനൊക്കെ ഒരു താളിപ്പ് കറിയാണ് നല്ലത്. അപ്പോൾ അതിന് പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് മത്തൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മത്തൻ എടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ആ മത്തന് കണക്കായ ലെവലിലാണ് വെള്ളം ഒഴിക്കേണ്ടത്, അതേ അളവിൽ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊരു 3 വിസിലാണ് വേണ്ടത് വെന്ത് കിട്ടാൻ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോഴാണ് കറിക്കൊരു തിക്നെസ് കിട്ടുക. ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ താളിപ്പ് കറിയാവുമ്പോൾ അത്താഴത്തിന് ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള ഒരു കറിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം. അത്താഴത്തിൻ്റെ സമയത്തേക്ക് ഇതുപോലൊരു താളിപ്പ് കറിയാണ് ബെസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. താങ്ക് യു.